എല്ലാവർക്കും നമസ്കാരം. ദുർഗാ മാതാവ് നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് അല്ലേ? ഈ ലോകത്തിൻ്റെ തന്നെ മാതാവാണ്, ലോകത്തിൻ്റെ നാഥയുമാണ്. ദേവി മാഹാത്മ്യം അമ്മയെ പ്രകീർത്തിക്കുന്ന ഗ്രന്ഥമാണ്. ദേവി മാഹാത്മ്യം കൈകൊണ്ട് സ്പർശിക്കുന്നത് പോലും പാപനാശകമായി കരുതപ്പെടുന്നു. അത് വായിക്കുന്ന വീടുകളിലും വ്യക്തികളിലും ദുഷ്ടശക്തികൾക്കോ ദുരിതങ്ങൾക്കോ രോഗങ്ങൾക്കോ സ്ഥാനമില്ലെന്നാണ് വിശ്വാസം. അമ്മയുടെ പൂർണ്ണ സംരക്ഷണത്തിലായിരിക്കും ആ ഒരു വ്യക്തിയും ആ ഒരു ഗ്രഹവും. ദേവി മാഹാത്മ്യം എല്ലാവർക്കും പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കഴിയാറോ ഇല്ല അല്ലേ? അങ്ങനെയുള്ളൊരു വിഷമിക്കണ്ട കേട്ടോ. ദേവി മാഹാത്മ്യം വായിക്കുന്ന അത്രയും പുണ്യമുള്ള ഒരു ഒറ്റ വരി മന്ത്രമുണ്ട്. ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് എവിടെ പോയാലും അവിടെ വിജയം സുനിശ്ചിതമാണ്. പണ്ട് രാജഭടന്മാര്, വേദങ്ങളിൽ പറയുന്നത് രാജഭടന്മാരും രാജാക്കന്മാരും ഈ ഒരു മന്ത്രം ജപിച്ചിട്ടാണ് യുദ്ധത്തിന് വരെ പോയിരുന്നത് എന്നാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന കേസ് അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. വിജയിക്കേണ്ട സമയങ്ങളിൽ ഈ മന്ത്രം ജപിച്ചിട്ട് പോണത് വളരെ നല്ലതാണ്. കുട്ടികളിലെ എക്സാമിന് ഈ ഒരു മന്ത്രം ജപിച്ചിട്ട് പോണത് വളരെ ഉത്തമമാണ്. ശുദ്ധവൃത്തിയോടെ 108 വട്ടമാണ് ജപിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് എന്താ പറയാ, ഇത്ര ഒരു വേണം ജപിക്കാം കേട്ടോ. അമ്മയെ വിചാരിക്കുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ല, സന്ദർഭമില്ല. ദേഹശുദ്ധി വേണമെന്ന് മാത്രമേ ഉള്ളൂ, മനഃശുദ്ധി. ഒരു മന്ത്രം എന്താണെന്ന് നോക്കാം. ദുർഗേ ദുർഗേ രക്ഷിണി സ്വാഹ, ദുർഗേ ദുർഗേ രക്ഷിണി സ്വാഹ, ദുർഗേ ദുർഗേ രക്ഷിണി സ്വാഹ. ഇതാണ് മന്ത്രം. ഈ ഒരു മന്ത്രം നിത്യവും ജപിക്കുന്നത് അമ്മയുടെ ഒരു കവചം നമ്മളിൽ എല്ലാവരിലും വന്നെത്താൻ സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മന്ത്രം ജപിക്കുക. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്നുള്ളതിന് ഒരു സംശയമില്ല. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.